ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലത്തെ ബേസിക് സയൻസിലെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള വാട്ടർ ആൻഡ് ലൈഫ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ ബാലൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്ട് 1 ഡിസ്കസ് ചെയ്തു. ഇനി പാർട്ട് 2 ആണ്. നമ്മൾ പാർട്ട് 1 എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തത്? കുറച്ച് കാര്യങ്ങളായിരുന്നു. അതായത് വാട്ടർ അല്ലെ, പ്യുവർ വാട്ടറിൻ്റെ ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞു. അതേപോലെ വെള്ളത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഷേപ്പില്ല. ഏത് വെസലിലാണോ നമ്മൾ വെക്കുന്നത് ആ വെസലിൻ്റെ ഷേപ്പിൽ ആര് നിൽക്കും? വെള്ളം നിൽക്കുമെന്ന് നമ്മൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അതായത് പാർട്ട് 2. അപ്പോൾ നമ്മൾ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും സേഫ് ആണെന്ന് കരുതുന്നു. നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുന്നില്ലേ? ഓക്കെ, പിന്നെ നമുക്കിത് നേരെ ചാപ്റ്ററിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ആദ്യത്തെ ടോപ്പിക്കാണ് സിങ്ക് ഓർ ഫ്ലോട്ട്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. സിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മുങ്ങിപ്പോവുക. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊങ്ങിക്കിടക്കുക. ഓക്കെ, അതായത് മുങ്ങുന്നവയും അതേപോലെ മുങ്ങാത്തവയും. ഓക്കെ, ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ പൊങ്ങിക്കിടക്കുന്നത്. ചിലത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, വെള്ളത്തിൽ ചില വസ്തുക്കൾ താഴ്ന്നു പോകും, ചില വസ്തുക്കൾ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഡിഡ് യു സീ ദ പേപ്പർ ബോട്ട് ഫ്ലോട്ടിംഗ് ഇൻ ദ വാട്ടർ? അപ്പോൾ ഇവിടെ ഈ ഒരു ചിത്രം നിങ്ങൾ നോക്കിക്കേ. ഇവിടെ കുറച്ച് കുട്ടികൾ പേപ്പർ കൊണ്ട് തോണികൾ നിർമ്മിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ പേപ്പർ ബോട്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്നാണ് ചോദ്യം, ഇല്ലേ? യെസ്. ഇനി ഇവിടെ മറ്റൊരു ചോദ്യമുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒബ്ജക്റ്റ് വിൽ ഫ്ലോട്ട് ഇൻ വാട്ടർ? അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഈ ഒബ്ജക്റ്റിൽ ഏതൊക്കെയാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്? അപ്പോൾ ഇവിടെ കുറച്ച് ഒബ്ജക്റ്റിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ക്യാൻ യു ഗസ്? Check whether the guesses are correct and mark your finding in table. ഇപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ കുറച്ച് ഒബ്ജക്റ്റിൻ്റെ പേര് തന്നിട്ടുണ്ട്. ഇതിൽ ഫ്ലോട്ട് ചെയ്യുന്നത്, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് ഏതൊക്കെയാണ്? അത് നമ്മളുടെ ഗസ് ഉണ്ടാവും. ഓക്കെ, ഇതായിരിക്കാം എന്നുള്ള ഒരു ഗസ് അതവിടെ മാർക്ക് ചെയ്യുക. അതേപോലെ ശരിയാണോ അല്ലേ എന്നുള്ളത് മറ്റേ കുളത്തിൽ നമ്മൾ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ തന്ന ഒബ്ജക്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് സ്റ്റോൺ ആണ്. സ്റ്റോൺ എന്ന് പറഞ്ഞാൽ കല്ല്. പിന്നെ ബലൂണ്, പിന്നെ കോയിൻ എന്ന് പറഞ്ഞാൽ എന്താ? നാണയം. വുഡ് പീസ് തടി കഷ്ണമാണ്. പിന്നെ ക്യാംഫർ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, കർപ്പൂരം എന്ന് പറയും. പിന്നെ പ്ലാസ്റ്റിക് ഉണ്ട്. അതേപോലെ അയൺ നെയിൽ എന്ന് പറഞ്ഞാൽ ഇരുമ്പാണി. പിന്നെ ലീഫ്, ഇല. വാക്സ്, മെഴുക്, പിന്നെ ഐസ്. അപ്പോൾ ഇത്രയും വസ്തുക്കളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കണ്ടെത്തേണ്ടത് എന്താണ്? ഇതിലേതൊക്കെ ഒബ്ജക്റ്റാണ് വെള്ളത്തിൽ സിങ്ക് ചെയ്യുന്നത്, അതേപോലെ ഫ്ലോട്ട് ചെയ്യുന്നത്, മുങ്ങിപ്പോകുന്നത്, അതേപോലെ പൊങ്ങിക്കിടക്കുന്നത് ഏതൊക്കെ വസ്തുക്കളാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടെ പൊങ്ങിക്കിടക്കുന്നതാണെങ്കിൽ നമ്മളിവിടെ ടിക്ക് ചെയ്യണം. പൊങ്ങിക്കിടക്കാത്തതാണെങ്കിൽ നമ്മൾ ക്രോസ് മാർക്ക് ചെയ്യാം. ഫസ്റ്റ് നിങ്ങളുടെ ഗസ് അവിടെ ചെയ്ത് നോക്കുക. ഏതൊക്കെയായിരിക്കും മുങ്ങിപ്പോകുന്നത്, ഏതൊക്കെയാണ് കിടക്കുന്നതെന്നൊക്കെ. എന്നിട്ട് ഇതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇവിടെ മുങ്ങിപ്പോകുന്നത്, അതായത് സിങ്ക് ചെയ്യുന്നത് ഏതൊക്കെയാണ്? സ്റ്റോണ്, കല്ല് അല്ലേ? അതേപോലെ കോയിന്, നാണയം. പിന്നെ അയൺ നെയിൽ, ഇരുമ്പാണി. ഇതൊക്കെ എന്താണ്? വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നവയാണ്. ഇനി പൊങ്ങിക്കിടക്കുന്നത് ഏതൊക്കെയാണ്? ബലൂൺ. അതേപോലെ വുഡ് പീസ്. അത് നിങ്ങൾക്കൊരു സംശയം തോന്നും, മരക്കഷ്ണം കുറച്ച് വെയിറ്റ് ഉള്ളതാണല്ലോ, അപ്പോൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമെന്ന്. പക്ഷേങ്കിൽ ഇത് പൊങ്ങിക്കിടക്കുന്നതാണ്, ഫ്ലോട്ട് ചെയ്യുന്നതാണ് വുഡ് പീസ് എന്ന് പറയുന്നത്. അതേപോലെ ക്യാംഫർ, കർപ്പൂരം. പിന്നെ പ്ലാസ്റ്റിക്, നിങ്ങൾ കണ്ടിട്ടാവും പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത് അല്ലേ? അപ്പോൾ പ്ലാസ്റ്റിക്കും എന്താണ്? വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുന്നതാണ്. പിന്നെ ലീഫ്, ഇല, വാക്സ്, മെഴുക്, പിന്നെ ഐസൊക്കെ വെള്ളത്തിലിട്ട് നോക്കിയാൽ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇവിടുത്തെ ഫ്ലോട്ട് ചെയ്യുന്നതും അതേപോലെ സിങ്ക് ചെയ്യുന്നതും. ഇനി ഇതിൻ്റെ തൊട്ട് താഴെ ഒരു ചോദ്യമുണ്ട്. വി ഓഫൻ യൂട്ടിലൈസ് ദ എബിലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ടു ഫ്ലോട്ട് ഇൻ വാട്ടർ, ഡോണ്ട് വി റൈറ്റ് സം എക്സാമ്പിൾ ഫോർ സച്ച് സിറ്റുവേഷൻ? അതായത് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കാനുള്ള ചില വസ്തുക്കളുടെ കഴിവ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാറുണ്ട്, നമുക്കത് ഉപകാരപ്രദമാവാറുണ്ട്. അങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻസ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞത്. ഇവിടെ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? റാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെങ്ങാടത്തിലെ യാത്ര എന്ന് പറയും. ഓക്കെ, ഈ രണ്ടാമത്തത് നമുക്ക് പറയാം ബോട്ട് സെയിലിംഗ് ഓൺ ദ റിവർ. ഈ ബോട്ടിലൂടെയുള്ള യാത്ര. പിന്നെ അതേപോലെ ഷിപ്പ് ഫ്ലോട്ടിംഗ് ഓൺ ദ ഓഷ്യൻ. ഈ വലിയ വലിയ കടലിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഷിപ്പുകൾ അല്ലേ? കപ്പലൊക്കെ ഭയങ്കര ഭാരമുള്ളതാണ്, എന്നിട്ട് കൂടി ഈ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്? അതൊക്കെ നമുക്കൊരു ഉപകാരപ്രദമാണ് അല്ലേ? അതേപോലെ സ്വിമ്മിങ്, നമുക്ക് നീന്താൻ പറ്റുന്നത്. പിന്നെ ലൈഫ് ജാക്കറ്റ് ഫ്ലോട്ടിംഗ് ഓൺ വാട്ടർ. അതേപോലെ ലൈഫ് ജാക്കറ്റൊക്കെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതൊക്കെ നമുക്ക് വളരെ ഉപകാരപ്രദമാണ്. ഇനി അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സൊല്യൂബിൾ ആൻഡ് ഇൻസൊല്യൂബിൾ. ഈ ഒരു ടോപ്പിക്ക് എക്സാമിന് പലപ്പോഴുമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ സൊല്യൂബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ലയിക്കുന്നത്.
ഇൻസൊല്യൂബിൾ എന്ന് പറഞ്ഞാൽ ലയിക്കാത്തത്. ചില വസ്തുക്കൾ വെള്ളത്തിൽ ലയിക്കുന്നതുണ്ട്, അതേപോലെ ചില വസ്തുക്കൾ വെള്ളത്തിൽ ലയിക്കാത്തതുണ്ട്. അതാണ് ഇനി നമ്മൾ ഈ ഒരു ടോപ്പിക്കിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു കാർട്ടൂൺ ചിത്രം കാണാം. ഒരു ഏട്ടനും അതേപോലെ ഒരു അനിയത്തിയും സംസാരിക്കുന്നുണ്ട്. എന്താണ് അവർ പറയുന്നത്? ബ്രദർ, ക്യാൻ യു മേക്ക് സം ലെമൺ ജ്യൂസ് ഫോർ മീ? അപ്പോൾ എന്താണ് അനിയത്തി പറയുന്നത്? ചേട്ടാ, എനിക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കി തരുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് ചേട്ടൻ പറയുന്നത്? ഇറ്റ്സ് സിമ്പിൾ, സ്ക്യൂസ് എ ലെമൺ ഇൻ ടു വാട്ടർ, ആഡ് സം ഷുഗർ ആൻഡ് മിക്സ്, ലെമൺ ജ്യൂസ് ഈസ് റെഡി. എന്താണ് ചേട്ടൻ പറഞ്ഞത് ഇവിടെ? വെള്ളത്തിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് പഞ്ചസാര ഇട്ട് ഇളക്കുക. സ്ക്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? പിഴിയുക. നാരങ്ങയൊക്കെ പിഴിയില്ലേ, അതിനെയാണ് പറയുന്നത് സ്ക്യൂസ് ചെയ്യാന്ന്. അപ്പോൾ ഇവിടെ ചേട്ടൻ എന്താണ് പറഞ്ഞത്? ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് പഞ്ചസാര ഇട്ട് ഇളക്കിയാൽ നാരങ്ങ വെള്ളം റെഡി എന്ന് പറയാണ്. പിന്നെ അനിയത്തി ചോദിക്കുകയാണ്, വേർ ഡിഡ് ദ ഷുഗർ ഗോ? എവിടെ പഞ്ചസാര എവിടെ പോയി? നമുക്കറിയാം വെള്ളത്തിൽ പഞ്ചസാര ഇട്ട് ഇളക്കിയാൽ പഞ്ചസാര പിന്നെ കാണില്ലല്ലേ. അപ്പോൾ അവൾ ചോദിക്കാൻ എന്ത്? പഞ്ചസാര എവിടെ പോയി? ഇറ്റ് കനോട്ട് ബി സീൻ, ദ ഷുഗർ ഈസ് ഡിസോൾവ് ഇൻ വാട്ടർ. അപ്പോൾ ഏട്ടൻ എന്താണ് പറയുന്നത്? പഞ്ചസാര വെള്ളത്തിൽ ലയിച്ച് ചേർന്നത് കൊണ്ടാണ് നിനക്ക് പഞ്ചസാര കാണാൻ പറ്റാത്തതെന്ന്. അപ്പോൾ ചില വസ്തുക്കൾ എന്താവുന്നുണ്ട്? വെള്ളത്തിൽ ലയിച്ച് ചേരുന്നുണ്ട്. ചില വസ്തുക്കൾ അങ്ങനെ പെട്ടെന്നൊന്നും വെള്ളത്തിൽ ലയിക്കാത്തതുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ഇനി നമ്മളൊരു പരീക്ഷണമാണ് നോക്കാൻ പോകുന്നത്. അതായത് ഇവിടെ കുറച്ച് വസ്തുക്കളെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ആ വസ്തുക്കളിൽ ഏതൊക്കെയാണ് വെള്ളത്തിൽ ലയിക്കുന്നത്, ഏതൊക്കെയാണ് വെള്ളത്തിൽ ലയിക്കാത്തത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. താഴത്തെ ഈ ഒരു ബോക്സിൽ കുറച്ച് സബ്സ്റ്റൻസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് അല്ലേ? വസ്തുക്കളുടെ പേര് എന്തൊക്കെയാണ്? ഷുഗർ, പഞ്ചസാര, സാൾട്ട്, ഉപ്പ്, വിനിഗർ, വിനാഗിരി, ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പക്കാരമാണ്. പിന്നെ ഡിറ്റർജൻറ്റ്, സോപ്പ് പൊടി, കെറോസിൻ, മണ്ണെണ്ണ, കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ, വാക്സ്, മെഴുക്, ക്യാംഫർ. ക്യാംഫർ എന്ന് പറഞ്ഞാൽ കർപ്പൂരമാണ്. പിന്നെ കോപ്പർ സൾഫേറ്റ്, തുരിശ്, അതേപോലെ പൊട്ടാസ്യം പെർമാഗ്നേറ്റ്. അപ്പോൾ ഇത്രയും വസ്തുക്കളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വസ്തുക്കളിൽ ഏതൊക്കെ വെള്ളത്തിൽ നന്നായിട്ട് ലയിച്ച് ചേരും, ഏതൊക്കെ നന്നായിട്ട് ലയിച്ച് ചേരില്ല, അതായത് ഏതൊക്കെ ഡിസോൾവ് ചെയ്യും, ഏതൊക്കെ ഡിസോൾവ് ചെയ്യുന്നില്ല, ഇതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. താഴത്തെ ഈ ഒരു ബോക്സ് ഫില്ല് ചെയ്യണം. നോക്കിക്കുക ബോക്സിൽ, സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ, വെള്ളത്തിൽ ലയിച്ച് ചേരുന്നവ ഏതൊക്കെയാണ് താഴത്തെ എഴുതുക. അതേപോലെ സബ്സ്റ്റൻസ് ദാറ്റ് ഡസ് നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ, വെള്ളത്തിൽ ലയിച്ച് ചേരാത്തത് ഏതൊക്കെയാണെന്ന് ഈ ഒരു ടേബിളിൽ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ഈ ഒരു ടേബിളിൻ്റെ മുകളിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വിച്ച് ഓഫ് ദ എബോവ് സബ്സ്റ്റൻസ് ഡിസോൾവ് ഇൻ വാട്ടർ, മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു സബ്സ്റ്റൻസിൽ ഏതൊക്കെയാണ് വെള്ളത്തിൽ ലയിച്ച് ചേരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ആർ ദെയർ എനി സബ്സ്റ്റൻസ് ദാറ്റ് ഡു നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ, റൈറ്റ് യുവർ ഗസ്. ഈ രണ്ടിൻ്റെ ആൻസർ വരുന്നത് നമ്മൾ ഈ ടേബിളിൽ പറഞ്ഞത് തന്നെയാണ്. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആൻസർ നമ്മളുടെ ഈ ടേബിളിൽ ഫസ്റ്റിലത്തതും രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഈ ടേബിളിലത്തെ രണ്ടാമത്തതുമാണ്. അപ്പോൾ നോക്കിക്കേ, നമുക്ക് ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്താൽ തന്നെ അതിൻ്റെ ആൻസർ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഒന്നാമത്തത് അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, ഷുഗർ, അതായത് പഞ്ചസാര. ഈ ഒരു എക്സ്പെരിമെൻ്റൊക്കെ നിങ്ങൾ ഓൾറെഡി വീട്ടിൽ ചെയ്തിട്ടുണ്ടാകും. അതായത് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക, എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഇളക്കുക. ഈ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് നോക്കിക്കുക, നിങ്ങൾക്ക് പഞ്ചസാര വേർതിരിച്ച് അവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതെന്തായിട്ട് മാറി? വെള്ളത്തിൽ അത് ലയിച്ചു ചേർന്നിട്ടുണ്ടാകും. അതേപോലെ തന്നെയാണ് സോൾട്ട്, ഉപ്പ്, പിന്നെ വിനാഗിരിയും ഇതേപോലെ തന്നെയാണ്. പിന്നെ ബേക്കിംഗ് സോഡ, അപ്പക്കാരം നിങ്ങൾ ചെയ്ത് നോക്കുക. ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക, കുറച്ച് അപ്പക്കാരം അതിലിട്ട് ഇളക്കി നോക്കിയാൽ നമുക്ക് ഇതേപോലെ തന്നെ സെപ്പറേറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റില്ല. പിന്നെ കോപ്പർ സൾഫേറ്റ്, അതേപോലെ പൊട്ടാസ്യം പെർമാഗ്നേറ്റ്. ഈ കോപ്പർ സൾഫേറ്റൊക്കെ നിങ്ങൾ വീട്ടിൽ ചിലപ്പം കണ്ടിട്ടുണ്ടാകും. ഒരു നീല കളറിലാണ്. അതായത് നമുക്ക് ഈ ഒരു റബ്ബറിനും അതേപോലെ തന്നെ കുരുമുളകിനൊക്കെ തളിക്കാൻ വേണ്ടിയിട്ട് കീടനാശിനിയാണ്. ഇനി അടുത്തത് ക്യാംഫർ, അതായത് കർപ്പൂരം ഇതേപോലെ തന്നെ വെള്ളത്തിൽ ഡിസോൾവ് ആവുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. ഇനി അടുത്ത കോളത്തിലാണ് സബ്സ്റ്റൻസ് ദാറ്റ് ഡസ് നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ, വെള്ളത്തിൽ ലയിച്ച് ചേരാത്തവ ഏതൊക്കെയാണ്? വാക്സ്, മെഴുകൊക്കെ വെള്ളത്തിലിട്ട് നോക്കിയാൽ അങ്ങനെ പെട്ടെന്നൊന്നും ലയിക്കില്ല. പിന്നെ ഡിറ്റർജൻറ്റ്, അതായത് സോപ്പ് പൊടി ഇതേപോലെ തന്നെ പെട്ടെന്നൊന്നും കംപ്ലീറ്റ് ആയിട്ടൊന്നും ഇതിൽ വെള്ളത്തിൽ ലയിക്കുന്നില്ല. പിന്നെ കോക്കനട്ട് ഓയിൽ, അതായത് വെള്ളത്തിൽ നിങ്ങൾ കുറച്ച് വെളിച്ചെണ്ണ, ഒരു സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ച് നോക്കിയാൽ ഈ വെളിച്ചെണ്ണ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. അതേപോലെ കെറോസിൻ ഇതേപോലെ തന്നെയാണ്. വെള്ളത്തിൽ നമ്മൾ കെറോസിൻ ഒഴിച്ചാൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇവിടെ
വെള്ളത്തിൽ ഡിസോൾവ് ആവുന്ന സബ്സ്റ്റൻസും അതേപോലെ ഡിസോൾവ് ആവാത്ത സബ്സ്റ്റൻസും. മനസ്സിലായില്ലേ? ഇവിടെ ഈ ഒരു ടേബിളിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ. വെള്ളത്തിൽ ലയിച്ചു ചേരുന്ന സബ്സ്റ്റൻസ് സോളിഡ് സ്റ്റേറ്റിലുണ്ട്, അതേപോലെ ലിക്വിഡ് സ്റ്റേറ്റിലുണ്ട് ഈ ഒരു ടേബിളിൽ അല്ലേ. നോക്കിക്കേ, സോൾട്ട്, ഷുഗർ, അതേപോലെ തന്നെ ബേക്കിംഗ് സോഡ, കോപ്പർ സൾഫേറ്റ്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ സോളിഡ് സബ്സ്റ്റൻസ് ആണ്, ഖരാവസ്തുവാണ്. എന്നാൽ ഇവിടെ വിനാഗിരി ആണെങ്കിലോ, വിനാഗിരി ഏതവസ്ഥയിലുള്ളതാണ്? യെസ്, ലിക്വിഡ് സ്റ്റേറ്റ് ആണ് അല്ലേ, ദ്രാവകാവസ്ഥയിലുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ, വെള്ളത്തിൽ ലയിച്ചു ചേരുന്ന സബ്സ്റ്റൻസ് സോളിഡ് സ്റ്റേറ്റിലുണ്ട്, അതേപോലെ തന്നെ ലിക്വിഡ് സ്റ്റേറ്റിലുണ്ടെന്ന് മനസ്സിലായി. ഇനി നമ്മൾ നോക്കുന്നത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ഏതെങ്കിലും സബ്സ്റ്റൻസ് വെള്ളത്തിൽ ലയിക്കുമോ, വെള്ളത്തിൽ ഡിസോൾവ് ആകുമോ എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ചോദ്യം ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? യു ഹാവ് സീൻ ദാറ്റ് സം സോളിഡ്സ് ആൻഡ് ലിക്വിഡ് ഡിസോൾവ് ഇൻ വാട്ടർ. നമ്മൾ ഇതുവരെ പറഞ്ഞത് തന്നെ കഴിഞ്ഞ ടാബിളിൽ നമ്മൾ കണ്ടു. ചില വസ്തുക്കൾ, അപ്പോൾ അത് സോളിഡ് ആണെങ്കിലും ലിക്വിഡ് ആണെങ്കിലും വെള്ളത്തിൽ ലയിച്ചു ചേരുന്നവയുണ്ട് അല്ലേ. ഡു ഗ്യാസ് ഡിസോൾവ് ഇൻ വാട്ടർ, അതായത് ഇനി ഗ്യാസസും ഇതേപോലെ ഡിസോൾവ് ചെയ്യുന്നുണ്ടോ, വെള്ളത്തിൽ ഡിസോൾവ് ആവുന്നുണ്ടോ എന്നാണ് ഇവിടെ ചോദിച്ചത്. ഉണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് പറയാം യെസ്, അതെ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഓക്സിജൻ ഡിസോൾവ് ഇൻ വാട്ടർ. അതായത് കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ തന്നെ ഓക്സിജനൊക്കെ എന്താണ്, വെള്ളത്തിൽ നന്നായിട്ട് ലയിച്ചു ചേരുന്നവയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ഈ ഒരു പിക്ചർ നിങ്ങൾ നോക്കിക്കേ. ഒരു അക്വേറിയത്തിൽ മീനുകളുണ്ട്. ഈ മീനുകൾക്ക് ശ്വസിക്കാൻ ഓക്സിജൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? ആ വെള്ളത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ആ ഒരു ഓക്സിജനാണ് അവർ ശ്വസിക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ കെമിക്കൽ നെയിം അറിയാലോ, എന്തായിരുന്നു? H2O ആണ് അല്ലേ. ഹൈഡ്രജനും അതേപോലെ തന്നെ ഓക്സിജനും ആണ്. അപ്പോൾ ആ വെള്ളത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഓക്സിജനാണ് ഈ ഒരു മീനുകളൊക്കെ, വെള്ളത്തിൽ നിൽക്കുന്ന ജീവികളും അതേപോലെ സസ്യങ്ങളൊക്കെ തന്നെ എന്താക്കുന്നത്, ശ്വസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ഒരു ചോദ്യമുണ്ട്, വേർ ഡു ദ ഫിഷസ് ഇൻ ദ അക്വേറിയം ഗെറ്റ് ഓക്സിജൻ ടു ബ്രീത്ത്. അപ്പോൾ ഈ ഫിഷുകൾക്കൊക്കെ എവിടെ നിന്നാണ് ഓക്സിജൻ, അവർക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അത് തന്നെയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞ ആൻസർ. എവിടെ നിന്നാണ്? വെള്ളത്തിൽ നിന്നാണ്. അതായത് വെള്ളത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഓക്സിജനാണ് ഈ മീനുകളൊക്കെ ശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഫിഷസ് ബ്രീത്ത് ഓക്സിജൻ ദാറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ സോളിഡിനെ കുറിച്ചും ലിക്വിഡിനെ കുറിച്ചും അതേപോലെ തന്നെ ഗ്യാസിനെ കുറിച്ചൊക്കെ അറിയാമല്ലോ അല്ലേ. ഈ സോളിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എളുപ്പത്തിൽ ഓർക്കാൻ കട്ടിയുള്ള വസ്തുക്കളൊക്കെ ഉണ്ടാവില്ലേ, കുറച്ച് ഉറപ്പൊക്കെ ഉള്ളത്, അതിനെയാണ് നമ്മൾ സോളിഡ്സ് എന്ന് പറയാം. ഓക്കെ, എന്നാൽ ഈ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ വെള്ളം പോലെ ഇരിക്കുന്നത്, അതായത് ഒഴുകുന്ന വസ്തുക്കളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനാണ് നമ്മൾ ലിക്വിഡ് എന്ന് പറയുക. വാട്ടർ ആവാം, അതേപോലെ വിനീഗറൊക്കെ എന്താണ്, വിനാഗിരിയൊക്കെ എന്താണ്, ഒഴുകുന്നതല്ലേ. അപ്പോൾ അതൊക്കെ എന്താണ്, അത് ലിക്വിഡാണ്. ഇനി ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റും എന്തുണ്ട്, ഗ്യാസ് ഉണ്ട്, നമുക്ക് കാണാൻ പറ്റില്ല, നമുക്ക് ചുറ്റും എന്തുണ്ട്, ഓക്സിജനും അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ് പോലത്തെ നൈട്രജനൊക്കെ പോലത്തെ ഗ്യാസസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെയാണ് എന്ത് പറയുന്നത്, ഗ്യാസസ് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി ഓക്സിജൻ വെള്ളത്തിൽ ലയിച്ചു ചേരുന്നുണ്ട് അല്ലേ. അതാണ് ഈ വെള്ളത്തിൽ ജീവിക്കുന്ന പല ഓർഗാനിസവും ശ്വസിക്കാനും അതേപോലെ അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് എവിടെയാണ് ലയിച്ചു ചേരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആ കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ ലയിച്ചു ചേരുന്നത് ഉപയോഗിക്കുന്നത് എവിടെയാണെന്നാണ് നമ്മളിനി നോക്കുന്നത്. ഹാവ് യു സീൻ ദ ബബിൾസ് കമ്മിങ് ഔട്ട് ഓഫ് സോഡ ബോട്ടിൽ വെൻ യു ഓപ്പൺ ഇറ്റ്. അതായത് നിങ്ങളൊക്കെ സോഡയൊക്കെ കുടിക്കുമ്പോൾ ആ സോഡൻ്റെ ബോട്ടിൽ കുപ്പി പൊട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ സോഡൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ബബിൾസ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നു. ഹൗ ഈ സോഡ വാട്ടർ ഈസ് മെയ്ഡ്, എങ്ങനെയാണ് ഈ സോഡ ഉണ്ടാക്കുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ ആൻസറാണ് ആ ഒരു ഗ്രീൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ തൊട്ട് താഴെ നോക്കിക്കേ. സോഡ വാട്ടർ ഈസ് മെയ്ഡ് ബൈ ഡിസോൾവിങ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇൻ വാട്ടർ. അതായത് ഈ സോഡ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് വെള്ളത്തിൽ ലയിപ്പിച്ചാണ് ഈ ഒരു സോഡ ഉണ്ടാക്കുന്നത്. ദ ബബിൾസ് ആർ കോസ്ഡ് ബൈ ദ റിലീസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് വെൻ സോഡ ബോട്ടിൽ ഈസ് ഓപ്പൺ. എന്താണ്, ഇവിടെ സോഡ കുപ്പിയൊക്കെ തുറക്കുമ്പോൾ നമുക്ക് ഈ ബബിൾസ് കാണാൻ പറ്റും. ബബിൾസ് ഇങ്ങനെ പുറത്തേക്ക് വരുന്ന കാണാൻ പറ്റും. അതെന്താണ്, ഈ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നത് കൊണ്ടാണ് ഇങ്ങനെ കുമിളകൾ അല്ലെങ്കിൽ ഈ ബബിൾസ് ഇങ്ങനെ പുറത്തേക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ. ഇനി സോഡയൊക്കെ കുടിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. എങ്ങനെയായിരുന്നു അത്? നമ്മളുടെ വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ലയിപ്പിച്ചിട്ടാണ് ഈ ഒരു സോഡ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ബോട്ടിലൊക്കെ
അതിൻ്റെ ആ അടുപ്പ് തുറക്കുമ്പോൾ ഇങ്ങനെ ബബിൾസ് പുറത്തേക്ക് വരുന്നത് പോലെ കാണുന്നത്. അതായത് അത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇങ്ങനെ സ്വതന്ത്രമാവുകയാണ്. ഓക്കെ, റിലീസ് ചെയ്യാന്ന് പറയും. സ്വതന്ത്രമാവുക എന്ന് പറഞ്ഞാൽ റിലീസ് ചെയ്യുക. അതുപോലെ ഇവിടെ ബബിൾസ് എന്ന് പറഞ്ഞാൽ കുമിളകൾ എന്നാണ് അർത്ഥം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു വേർഡ് മീനിങ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തതാണ് വാട്ട് വാസ് ഡിസോൾവ്ഡ് വെൻ ലെമൺ ജ്യൂസ് വാസ് പ്രിപ്പയർഡ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഒരു കോൺവെർസേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു സിസ്റ്ററും ബ്രദറും കൂടെ സംസാരിക്കുന്നത് അല്ലേ. ഒരു നാരങ്ങ വെള്ളം പ്രിപ്പയർ ചെയ്യുന്ന ചെറിയൊരു രീതി ആയിരുന്നു ആ ഒരു കോൺവെർസേഷനിലുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെയായിരുന്നു, വെള്ളത്തിലേക്ക് എന്തൊക്കെ ലയിച്ച് ചേർന്നപ്പോഴാണ് നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിരുന്നത്? സിമ്പിളാണ്. വെള്ളത്തിലേക്ക് നാരങ്ങ നീരും, അതായത് ലെമണും അതേപോലെ തന്നെ പഞ്ചസാര ഷുഗറും കൂടെ ഡിസോൾവ് ആയപ്പോഴാണ് നാരങ്ങ വെള്ളം ഉണ്ടായത്. അപ്പോൾ അവിടെ ആൻസർ ആയിട്ട് ചെയ്ത ലെമൺ ആൻഡ് ഷുഗർ. ഇനി അടുത്തത് വേർ ഡിഡ് ദേ ഡിസോൾവ് ഇൻ. അപ്പോൾ ഇവിടെ എന്തിലാണ് നമ്മൾ ലയിപ്പിച്ചത്? ഈ നാരങ്ങയും അതേപോലെ തന്നെ ഷുഗറൊക്കെ എന്തിലാണ് നമ്മൾ ലയിപ്പിച്ചത്? വാട്ടർ അല്ലേ, വെള്ളത്തിലാണ് ഇവ ലയിപ്പിച്ചത്. അപ്പോൾ രണ്ടാമത്തെ ആൻസർ എന്താണ്? വാട്ടർ എന്ന് എഴുതുക. ഓക്കെ, ഇനി അടുത്തത് ആ ഒരു പച്ച ബോക്സ് നോക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, എക്സാമിനൊക്കെ ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ചില ടേംസ് ഉണ്ട്, അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി ഇരിക്കണം. നോക്കിക്കേ, എ സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോൾവ് ഈസ് കോൾഡ് സൊല്യൂട്ട്. അതായത് ലയിച്ചു ചേരുന്ന വസ്തുവിനെ നമ്മൾ എന്ത് പറയും? സൊല്യൂട്ട് എന്ന് പറയും. അപ്പോൾ വെള്ളത്തിലേക്ക് നമ്മൾ എന്തൊക്കെയാണോ ചേർക്കുന്നത്, ഓക്കെ, അതായത് ലയിച്ചു ചേരാൻ വേണ്ടിയിട്ട് ഏതൊക്കെ വസ്തുക്കളാണോ ഏതൊക്കെ സബ്സ്റ്റൻസ് ആണോ നമ്മൾ ചേർക്കുന്നത് അതിനെ നമ്മൾ സൊല്യൂട്ട് എന്ന് പറയും. ആൻഡ് ദ സബ്സ്റ്റൻസ് ഇൻ വിച്ച് ഇറ്റ് ഡിസോൾവ് ഈസ് കോൾഡ് സോൾവെൻറ്റ്. ഇനി സോൾവെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സൊല്യൂട്ട് എന്തിലാണോ ലയിച്ച് ചേരുന്നത് അതിനെയാണ് നമ്മൾ സോൾവെൻറ്റ് എന്ന് പറയാം. എ സൊല്യൂഷൻ ഈസ് ഫോംഡ് വെൻ ദ സൊല്യൂട്ട് ഈസ് ഡിസോൾവ് ഇൻ ദ സോൾവെൻറ്റ്. ഇനി അവസാനത്തതാണ് സൊല്യൂഷൻ. ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സോൾവെൻറ്റിലേക്ക് സൊല്യൂട്ട് നന്നായിട്ട് ഡിസോൾവ് ആയതിനു ശേഷം ലയിച്ച് ചേരുന്ന ആ ഒരു സബ്സ്റ്റൻസിനെ, ആ കിട്ടുന്ന ആ ഒരു സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 3 ടേം പരിചയപ്പെട്ടു: സൊല്യൂട്ട്, സോൾവെൻറ്റ്, അതേപോലെ സൊല്യൂഷൻ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം, മാറിപ്പോവരുത്. അപ്പോൾ ഇവിടെ നമ്മളൊരു സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ വെച്ച് നമ്മൾ നേരത്തെ ലെമൺ ജ്യൂസ് ഉണ്ടാക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെള്ളത്തിലേക്ക് നാരങ്ങയും അതേപോലെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ലെമൺ ജ്യൂസ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ലെമണും അതേപോലെ ഷുഗറുമാണ്. വെള്ളത്തിലേക്ക് നമ്മൾ എന്താണോ ലയിപ്പിക്കുന്നത് അതിനെയാണ് സൊല്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് വെള്ളത്തിൽ ലയിപ്പിക്കുന്നത്? ലെമണും ഷുഗറും. ഇനി അടുത്തത് ഇവിടെ സോൾവെൻറ്റ് എന്ന് പറഞ്ഞാൽ വാട്ടറാണ്. അതായത് ഈ ലെമണും അതേപോലെ ഷുഗറും ഏത് സബ്സ്റ്റൻസിലേക്കാണോ ലയിച്ച് ചേരേണ്ടത് അതിനെയാണ് എന്ത് പറയുന്നത്? സോൾവെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വാട്ടറാണ് സോൾവെൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, മിക്കപ്പോഴും സോൾവെൻ്റ് ആയിട്ട് നമ്മൾ വാട്ടർ തന്നെയാണ് എടുക്കാറുള്ളത്. ഓക്കെ, നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും, എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. മിക്കപ്പോഴും സോൾവെൻ്റ് ആയിട്ട് നമ്മൾ വാട്ടർ തന്നെയാണ് എടുക്കാറുള്ളത്. ഈ വാട്ടറിലേക്കാണ് പല സബ്സ്റ്റൻസും എന്താവുന്നത്? മിക്സ് ആവുന്നത് അല്ലെങ്കിൽ ഡിസോൾവ് ആവുന്നത് ഈ വാട്ടറിലേക്കാണ്. അപ്പോൾ സോൾവെൻ്റ് ആയിട്ട് മിക്കപ്പോഴും നമ്മൾ ഈ വാട്ടർ തന്നെയാണ് എടുക്കുന്നത്. ഇനി അടുത്തത് സൊല്യൂഷൻ. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ടും കൂടെ മിക്സൊക്കെ ആയി അല്ലെങ്കിൽ ഡിസോൾവ് ആയി നമുക്ക് അവസാനം കിട്ടുന്ന ഒരു സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ ലെമൺ ജ്യൂസ് അവസാനം നമ്മൾ ഈ ലെമണും അതേപോലെ ഷുഗറൊക്കെ വെള്ളത്തിൽ നന്നായിട്ട് ലയിച്ച് ചേർന്ന് നമുക്ക് അവസാനം കിട്ടുന്ന ആ ഒരു സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ 3 നിങ്ങൾക്ക് കുറച്ചെന്നെങ്കിലും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവാൻ കുറച്ച് എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് ദ സൊല്യൂഷൻ, സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ് ഇൻ ഈച്ച് ഓഫ് ദ പ്രീവിയസ് ആക്ടിവിറ്റി. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റിയിലെ ഓരോരോ സൊല്യൂഷൻ തിരഞ്ഞെടുത്തിട്ട് അതിലുള്ള സോൾവെൻറ്റും സൊല്യൂട്ടും ഒക്കെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. എന്നിട്ട് ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യാനാണ്. ആദ്യത്തെ അവർ തന്നെ കൊടുത്തിട്ടുണ്ട് ഷുഗർ സൊല്യൂഷൻ. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പഞ്ചസാര ലായനിയാണ് അല്ലെങ്കിൽ പഞ്ചസാര വെള്ളം. സിമ്പിളാണ്, വെള്ളത്തിലേക്ക് കുറച്ച് പഞ്ചസാര നന്നായിട്ട് ഇളക്കുന്നതിനെയാണ് നമ്മൾ ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഷുഗർ സൊല്യൂഷൻ തന്നെയാണ്. അവസാനം നമുക്ക് കിട്ടേണ്ടത് ഒരു ഷുഗർ സൊല്യൂഷനാണ്. ഇവിടുത്തെ സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്? സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഷുഗറാണ്. അതായത് ഈ ഒരു വെള്ളത്തിലേക്ക് എന്താണോ നമ്മൾ ലയിപ്പിക്കേണ്ടത് അതിനെയാണ് സൊല്യൂട്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ ഷുഗറാണ്. ഇനി സോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടറുമാണ്. ഇനി അടുത്ത സോഡ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഡ ഉണ്ടാക്കുന്നത് എങ്ങനെയായിരുന്നു? വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ലയിപ്പിച്ച് ചേരുന്നതിനെയാണ് നമ്മൾ സോഡ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും?
കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. വെള്ളത്തിലേക്ക് ലയിച്ച് ചേരുന്നത് ഏതാണ്? ലയിപ്പിക്കുന്നത് നമ്മൾ ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പോൾ ഇവിടെ സൊല്യൂട്ടായിട്ട് അവിടെ ചെയ്ത കാർബൺ ഡൈ ഓക്സൈഡ്. സോൾവെൻ്റ് ആയിട്ട് ഏതാ ഇവിടെ വരുന്നത്? വെള്ളം തന്നെയാണ്. വെള്ളത്തിലേക്കാണ് നമ്മൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ലയിപ്പിച്ച് ചേർക്കുന്നത്. അപ്പോൾ വാട്ടർ എന്ന് സോൾവെൻറ്റിൽ എഴുതുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേക്കിംഗ് സോഡ സൊല്യൂഷൻ അല്ലേ? ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ അപ്പക്കാര ലായനി. ഈ അപ്പക്കാര ലായനിയിലും ഇതേപോലെ തന്നെയാണ്. ഇവിടെ വെള്ളത്തിലേക്ക് അപ്പക്കാര മിക്സ് ആക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്പക്കാര ലായനി അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സൊല്യൂട്ടായിട്ട് വരുന്നത് എന്താണ്? ബേക്കിംഗ് സോഡയുമാണ്. പിന്നെ സോൾവെൻ്റായിട്ട് ഇതിലേക്കാണ് നമ്മൾ ലയിച്ച് ചേർക്കുന്നത്, അതിനെ നമ്മൾ പറയുന്നത് സോൾവെൻ്റ് എന്നാണ്. അപ്പോൾ ഇവിടെ വാട്ടറാണ് വരുന്നത്. ഇനി അടുത്തത് ഇതേപോലെ നമുക്ക് എന്ത് പറയാം? സാൾട്ട് സൊല്യൂഷൻ പറയാം അല്ലേ? ഉപ്പ് ലായനി എന്താണ് സൊല്യൂട്ടായിട്ട് വരുന്നത്? സാൾട്ടാണ് പിന്നെ സൊല്യൂട്ടായിട്ട് വരുന്നത്. സോൾവെൻ്റായിട്ട് വാട്ടറുമാണ് വരുന്നത്. ഇനി ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ അവിടെ എഴുതാം. ഇനി നമുക്ക് വേണമെങ്കിൽ ലെമൺ ജ്യൂസ് പറയാം. നമ്മൾ പറഞ്ഞു ലെമൺ ജ്യൂസിൽ ഏതാ സൊല്യൂട്ടായിട്ട് വരുന്നത്? ലെമണും അതേപോലെ ഷുഗറുമാണ്. പിന്നെ സോൾവെൻ്റായിട്ട് വരുന്നത് വാട്ടറുമാണ്. ഇനി ഇതിൻ്റെ തൊട്ട് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹൗ ഡു യു റിമൂവ് ജാക്ക് ഫ്രൂട്ട് ഗം ആൻഡ് ടാർ ഇഫ് ദേ സ്റ്റിക്ക്? അതായത് നമ്മുടെ കൈമലോ ഇനി അതല്ല കത്തിയിലൊക്കെ ഈ ചക്കയൊക്കെ മുറിക്കുമ്പോൾ ജാക്ക് ഫ്രൂട്ട് ഗം ചക്കപ്പശയൊക്കെ ആവാറുണ്ട് കയ്യിൽ അതേപോലെ കത്തിമേലൊക്കെ ആവുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ് പൊതുവേ? അതെ, ഈ വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഒഴിവാക്കുന്നത്? വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. അല്ലാതെ വെള്ളം കൊണ്ടൊന്നും ഇത് എന്താവില്ല, അത് പോവില്ല. വെള്ളം കൊണ്ട് പോവാത്ത എന്തുകൊണ്ടാണ്? ഈ ചക്കപ്പശ ഈ വെള്ളത്തിൽ ഡിസോൾവ് ആവാത്തത് കൊണ്ടാണ്, ലയിച്ച് ചേരാത്തത് കൊണ്ടാണ് അത് നമ്മളുടെ കൈൻ്റെ മുകളിൽ നിന്നും അതേപോലെ തന്നെ കത്തിൻ്റെ മുകളിലൊക്കെ വെള്ളം ഒഴിച്ചാലൊന്നും പോവാത്തത്. അത് പോവാൻ നമ്മൾ പൊതുവെ എന്താണ് ഉപയോഗിക്കൽ? കോക്കനട്ട് ഓയിലാണ്, വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറുള്ളത്. വൈ കാഡ് ദിസ് ബി വാഷ്ഡ് ഓഫ് വിത്ത് വാട്ടർ? അതാണ് ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞ ആൻസറാണ്. ഇവിടെ ആൻസറായിട്ട് ചെയ്താൽ ജാക്ക് ഫ്രൂട്ട് ഗം വിൽ നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ. അതായത് വെള്ളത്തിൽ ഈ ചക്കപ്പശ ലയിച്ച് ചേരുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ വെള്ളമൊക്കെ ഉപയോഗിച്ചാൽ അതങ്ങ് പോവാത്തത്. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ ബെസ്റ്റ് വേ ടു റിമൂവ് ബോൾ പോയിൻറ്റ് പെൻ ഇങ്ക് ഓൺ ക്ലോത്ത്സ്? അപ്പോൾ ഈ നമ്മുടെ ഡ്രസ്സിലൊക്കെ മഷി ആവാറുണ്ടല്ലേ? അപ്പോൾ ഈ മഷി ആയാൽ നമുക്ക് എങ്ങനെയാണ് അത് റിമൂവ് ചെയ്യാൻ പറ്റുക? വെള്ളത്തോണ്ട് നമുക്കറിയാൻ പോവില്ല. ഇനി വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത്, നമുക്ക് ആൽക്കഹോൾ, എന്തെങ്കിലും തരത്തിലുള്ള ആൽക്കഹോൾ യൂസ് ചെയ്താൽ ഇതിൻ്റെ ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ എഴുതാം യൂസിങ് ആൽക്കഹോളിൽ നിന്ന് എഴുതാം. പിന്നെ ആർ ദ സബ്സ്റ്റൻസ് സോല്യൂബിൾ ഇൻ വാട്ടർ, സോല്യൂബിൾ ഇൻ കെറോസിൻ ആൻഡ് കോക്കനട്ട് ഓയിൽ ടു? ഇനി ഇവിടെ ഒരു ചോദ്യമുണ്ട്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആർ ദ സബ്സ്റ്റൻസസ് സോല്യൂബിൾ ഇൻ വാട്ടർ, സോല്യൂബിൾ ഇൻ കെറോസിൻ ആൻഡ് കോക്കനട്ട് ഓയിൽ ടു? എന്താ ഇവിടെ ചോദിച്ചത്? ഇങ്ങനെ വെള്ളത്തിൽ ലയിച്ചു ചേരുന്ന വസ്തുക്കളൊക്കെ തന്നെ കെറോസിൻ മണ്ണെണ്ണയിലും അതേപോലെ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണയിലും ഡിസോൾവ് ആവുന്നുണ്ടോ? ലയിച്ച് ചേരുന്നുണ്ടോ? വെള്ളത്തിൽ ലയിക്കുന്നതൊക്കെ ഈ രണ്ടിലും ഡിസോൾവ് ആവുന്നുണ്ടോ? ഇല്ല, നോ നെയ്ത. ഇനി അടുത്തത് ഇവിടെ ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഇവിടെ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ 3 തരം സോൾവെൻറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. വാട്ടർ, കെറോസിൻ, കോക്കനട്ട് ഓയിൽ. അതായത് വാട്ടർ വെള്ളം, മണ്ണെണ്ണ, വെളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ സോൾവെൻറ്റിലേക്ക് നമ്മൾ സൊല്യൂട്ടായിട്ട് ഏതാണ് ലയിപ്പിച്ച് ചേരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന സൊല്യൂട്ട് എന്ന് പറയുന്നത് ഷുഗറാണ്, പഞ്ചസാര, പിന്നെ സോൾട്ട്, ഉപ്പ്, ബേക്കിംഗ് സോഡ, അപ്പക്കാരം, കോപ്പർ സൾഫേറ്റ്, തുരിശ്, ക്യാംഫർ, പിന്നെന്താണ് കർപ്പൂരം. ഇത്രയും സാധനങ്ങളാണ് ഇവിടെ ഈ ഒരു സോൾവെൻറ്റിലേക്ക് നമ്മൾ ലയിപ്പിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാകും. ഇതേപോലെ വാട്ടറിൽ ഈ പറഞ്ഞിട്ടുള്ള ഷുഗർ, സോൾട്ട്, ബേക്കിംഗ് സോഡ, അതേപോലെ കോപ്പർ സൾഫേറ്റ്, ക്യാംഫർ എല്ലാം തന്നെ എന്താണ് ഡിസോൾവ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഇതിൽ ലയിച്ച് ചേരുന്നുണ്ട്. വെള്ളത്തിൽ ഈ പറഞ്ഞ ഇതൊക്കെ തന്നെ എന്താവും? ഡിസോൾവ് ആവുന്നുണ്ട്. എന്നാൽ കെറോസിനിൽ ക്യാംഫർ മാത്രമാണ്, കർപ്പൂരം മാത്രമാണ് ലയിച്ച് ചേരുന്നത്. ബാക്കിയൊക്കെ ഷുഗറും അതേപോലെ സോൾട്ടും പിന്നെ ബേക്കിംഗ് സോഡയൊക്കെ എന്താണ് ഇതിൽ ലയിച്ച് ചേരുന്നില്ല. ഇതേപോലെ തന്നെയാണ് കോക്കനട്ട് ഓയിലും. ഈ ഒരു ക്യാംഫർ മാത്രമാണ് ഡിസോൾവ് ആവുന്നത്, ബാക്കിയൊക്കെ എന്താണ് ഡിസോൾവ് ആവുന്നില്ല അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, വാട്ടറിൽ വെള്ളത്തിൽ ഒട്ടുമിക്ക വസ്തുക്കളൊക്കെ ഡിസോൾവ് ആവുന്നുണ്ട്, ലയിച്ച് ചേരുന്നുണ്ട്. എന്നാൽ ബാക്കിയുള്ള കെറോസിൻ, കോക്കനട്ട് ഓയിലൊന്നും ഇതേപോലെയല്ല.
കുറച്ച് വസ്തുക്കൾ മാത്രമേ അതിൽ ലയിച്ച് ചേരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളത്തിനെ നമ്മൾ പറയുന്നത് യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്നാണ്. ആ ഒരു ഗ്രീൻ ബോക്സ് നോക്കിക്കേ. വാട്ടർ ഹാസ് എൻ എബിലിറ്റി ടു ഡിസോൾവ് മെനി സബ്സ്റ്റൻസ്. വെള്ളത്തിന് എന്തിനുള്ള കഴിവുണ്ട്? കുറേ സബ്സ്റ്റൻസിനെ ഇതേപോലെ ലയിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട്. ഹെൻസ് വാട്ടർ ഈസ് കോൾഡ് യൂണിവേഴ്സൽ സോൾവെൻറ്റ്. അതുകൊണ്ട് വെള്ളത്തിന് നമ്മൾ എന്ത് പറയും? യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്ന് പറയും. എന്തുകൊണ്ടാണ് യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്ന് പറയാൻ കാരണം? ആ ഒരു ടേബിളിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, എല്ലാ വസ്തുക്കളും, ആ ടേബിളിൽ തന്നിരിക്കുന്ന എല്ലാ വസ്തുക്കളും തന്നെ വെള്ളത്തിൽ ഡിസോൾവ് ആകുന്നുണ്ട്, ലയിച്ച് ചേരുന്നുണ്ട്. എന്നാൽ കെറോസിനിലും അതേപോലെ കോക്കനട്ട് ഓയിലൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും ഈ എല്ലാ വസ്തുക്കളൊന്നും ലയിച്ച് ചേരുന്നില്ല. അപ്പോൾ ഇവിടുന്നും ഒരു ചോദ്യമൊക്കെ പ്രതീക്ഷിക്കാം, എന്തുകൊണ്ടാണ് വെള്ളത്തിനെ നമ്മൾ യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ? വാട്ടർ ഹാസ് എൻ എബിലിറ്റി ടു ഡിസോൾവ് മെനി സബ്സ്റ്റൻസ്. ഒട്ടുമിക്ക എല്ലാ സബ്സ്റ്റൻസിനെയും തന്നെ ലയിപ്പിച്ച് ചേർക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? വെള്ളത്തിനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വാട്ടറിനെ യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്ന് പറയാൻ കാരണം. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ റൈറ്റ് മോർ എക്സാമ്പിൾ ദാറ്റ് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഡിസോൾവിങ് കപ്പാസിറ്റി ഓഫ് വാട്ടർ. ഇങ്ങനെ ഡിസോൾവിങ് കപ്പാസിറ്റി ഓഫ് വാട്ടർ, വെള്ളത്തിൽ ലയിച്ച് ചേരാനുള്ള ഈ പല വസ്തുക്കളുടെയും കഴിവ് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇത് നമ്മളുടെ ഡെയിലി ലൈഫിൽ എങ്ങനെയൊക്കെയാണ് ഉപകാരമാകുന്നത്? അത് നമ്മളോട് ഇവിടെ കുറച്ച് എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞത്. ഒന്ന് അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ടു വാഷ് ക്ലോത്ത്സ്, അതായത് എന്തെങ്കിലും ചെളിയൊക്കെ പുരണ്ട ക്ലോത്ത്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? വെള്ളത്തിലിട്ട് നന്നായിട്ട് വാഷ് ചെയ്താൽ ആ ചെളി അങ്ങ് പോകും. അതെന്തുകൊണ്ടാണ്? നമുക്ക് ഇതേപോലെ വെള്ളത്തിന് എല്ലാത്തിനെയും ലയിപ്പിച്ച് ചേർക്കാനുള്ള ഒരു കഴിവുള്ളത് കൊണ്ടാണ്. അതേപോലെ മറ്റു കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെ പറയാം? കുക്കിങ്ങിന് അല്ലേ, കുക്കിങ്ങിന് നമ്മൾ ഇതേപോലെ പിന്നെ വെള്ളത്തിൻ്റെ ഈ ഒരു കപ്പാസിറ്റി, ലയിച്ച് ചേരാനുള്ളൊരു കപ്പാസിറ്റി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ക്ലീനിങ്ങിന്, പല കാര്യങ്ങളും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, വീടായിക്കോട്ടെ അങ്ങനത്തെ പല കാര്യങ്ങളും ഡേർട്ടി ആയിട്ടുള്ള ക്ലീൻ ചെയ്യാനൊക്കെ ഈ ഒരു കപ്പാസിറ്റി നമ്മൾ യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും അവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ചില വസ്തുക്കൾ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ സിങ്ക് ചെയ്യുന്നുണ്ട്. ചില വസ്തുക്കൾ എന്താണ്? മുങ്ങിപ്പോകുന്നുണ്ട്, അതേപോലെ തന്നെ പൊങ്ങിക്കിടക്കുന്നുണ്ട്. ആ ചില വസ്തുക്കളുടെ ഉദാഹരണങ്ങൾ സഹിതം നിങ്ങൾ നന്നായിട്ടൊന്ന് ഓർത്ത് വെക്കുക ഏതൊക്കെയാണെന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോവാനുള്ള ചാൻസ് ആണ് വുഡ് അല്ലേ, മരക്കഷ്ണമൊക്കെ വെള്ളത്തിൽ താഴ്ന്നു പോകുമെന്നായിരിക്കും നിങ്ങൾ വിചാരിച്ചിരിക്കുന്നുണ്ടാവുക. എങ്കിൽ എന്താണ്? താഴ്ന്നു പോവുകയല്ല, അത് പൊങ്ങിക്കിടക്കുകയാണ്, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒന്നാണ് വുഡ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ചില വസ്തുക്കൾ വെള്ളത്തിൽ നന്നായിട്ട് ലയിച്ച് ചേരുന്നുണ്ട്, എന്നാൽ ചില വസ്തുക്കൾ ലയിച്ച് ചേരുന്നില്ല, ഡിസോൾവ് ആവുന്നതും ഡിസോൾവ് ആവാത്തതും. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ അവസാനം നമ്മൾ പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങൾ, സോൾവെൻറ്റ്, അതേപോലെ സൊല്യൂഷൻ എന്താണെന്ന് ആ ഒരു ഡെഫിനിഷൻ നിങ്ങൾ ഓർത്തു വെക്കണം. അതേപോലെ അതിൻ്റെ എക്സാമ്പിൾസും നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. സോൾവെൻറ്റിൽ മിക്കപ്പോഴും വരുന്ന ഒന്നാണ് വാട്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വസ്തുക്കളും ഈ വാട്ടറിൽ ലയിപ്പിച്ച് ചേരാനുള്ള ഒരു കഴിവുള്ളത് കൊണ്ട് തന്നെ വാട്ടറിന് നമ്മൾ എന്താണ് പറയുന്നത്? യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക്